വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് CPI-യിൽ ഭിന്ന അഭിപ്രായമില്ല എന്ന് മന്ത്രി കെ രാജൻ. കൂടിയാലോചനകൾക്ക് ശേഷമാണ് സർക്കാർ തീരുമാനമെടുത്തത്. നിലവിലെ പ്രചരണങ്ങൾ എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് തുരങ്കപാത ഗവൺമെൻറ് നല്ലതുപോലെ ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും നടത്തുന്നത് റവന്യൂ വകുപ്പുമാണ്. ഏതാണ്ട് എൻ്റെ ധാരണ 11.5 ഹെക്ടർ ഭൂമിയോ മറ്റോ ഏറ്റെടുക്കാനുണ്ട്. അതിലൊരു 6.5 ഹെക്ടർ ഭൂമിയോളം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ വിധത്തിൽ ആ പാത കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ് ഒരുമിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. എന്താണ് പ്രത്യേകമായ പ്രശ്നം എന്നുള്ളത് കണ്ടില്ല. ഗവൺമെൻറ്റിനെതിരായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സരീഷ് PK ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് CPI ഭിന്ന അഭിപ്രായം ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ തരത്തിലുള്ള എതിർപ്പുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ CPIക്ക് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല എന്നുള്ളതാണ് CPIയുടെ പ്രതിനിധി കൂടിയായ മുതിർന്ന നേതാവ് കൂടിയായ മന്ത്രി കെ രാജൻ പറയുന്നത്. സർക്കാർ കൂട്ടായ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ ഘടകകക്ഷികളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ കാര്യം എന്ന് അറിയില്ല. ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന അല്ലെങ്കിൽ CPIയുടെ കീഴിലുള്ള റവന്യൂ വകുപ്പ്, ആ വകുപ്പിൽ ആണ് ഭൂമി ഏറ്റെടുത്തതും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർവേ നടത്തിയതുമെല്ലാം CPIയുടെ കീഴിലുള്ള അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള റവന്യൂ വകുപ്പാണ്. അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോഴോ അല്ലെങ്കിൽ ഈ സർവേ നടത്തിയപ്പോഴോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള എതിർപ്പ് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രചരണം നടക്കുന്നത് എന്നറിയില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ വയനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും പല തരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ബാലിശമായ ആരോപണങ്ങൾ മാത്രമാണ്. ഒരു തരത്തിലും ഒരു വീഴ്ചയും ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പണം പിരിക്കുകയും അതിൽ ഒരു മിഠായി പോലും വാങ്ങി നൽകാൻ പോലും കഴിയാത്തവരാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുകളിൽ കുതിര കയറുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. അത്തരത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും ഇല്ലാതെ കൃത്യമായി സർക്കാരും ഒപ്പം തന്നെ റവന്യൂ വകുപ്പും മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുക, ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, ഈ ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് എന്നാണ് റവന്യൂ മന്ത്രി ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. സരീഷ് PK ആണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.